അങ്ങനെ നെസ്ലിൻ അഭിനയിച്ച് നമ്മുടെ മോളിവുഡ് ടൈംസ് എന്ന് പറഞ്ഞ സിനിമ തിയേറ്റർ റിലീസിന് വന്നിരിക്കുകയാണ്. സിനിമയ്ക്ക് ഓൾമോസ്റ്റ് 2 മണിക്കൂറിന് മുകളിലാണ് റൺ ടൈം കാണാൻ സാധിച്ചത്. പടം നമ്മുടെ നെസ്ലിൻ അതുപോലെ തന്നെ റോഷൻ എന്നിവരൊക്കെയാണ് മറ്റു കഥാപാത്രങ്ങൾ. പിന്നെ നമ്മുടെ ഷെർഫുദ്ദീന്, നമ്മുടെ അഭിനവ് സുന്ദർ നായകാണ് സിനിമ സംവിധാനം ചെയ്തിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ ഡയറക്ഷനിൽ വന്നൊരു സിനിമ നമുക്കറിയാം, മുകുന്ദൻ ഉണ്ണി അസോസിയേറ്റ്സ്. ഒരു ഡാർക്ക് ഹ്യൂമറും പിന്നെ ആ ഒരു സ്റ്റൈലിഷ് ആയ മേക്കിംഗ് ആണ് പുള്ളിക്കാരന്റെ. ആ ഒരു മേക്കിംഗ് ഇഷ്ടപ്പെടുന്നവർക്ക് സിനിമ നല്ലപോലെ കണക്ട് ആകുമെന്ന് പറയുന്നുണ്ട് സിനിമയിൽ റെസ്പോൺസ് കണ്ടവര്. സിനിമ ഫസ്റ്റ് ഹാഫ് ആണെങ്കിലും ഓൾമോസ്റ്റ് പലർക്കും നല്ലപോലെ വർക്ക് ആയിട്ടുണ്ട്. കോമഡി രംഗങ്ങളാണെങ്കിൽ പോലും ഈ ഡാർക്ക് ഹ്യൂമേഴ്സ് ഒരു ഡെബ്യൂട്ട് ആയിട്ട് വരുന്ന ഡയറക്ടറിന്റെ ലൈഫിന്റെ കഥ പറഞ്ഞു പോകുന്ന സിനിമ എന്നാണ് കേൾക്കാൻ സാധിക്കുന്നത്. അദ്ദേഹം ഫെയിലിയർ ആയോ അങ്ങനെ എന്തൊക്കെയാണ് കഥ പോകുന്നത്, ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല, സ്പോയിലേഴ്സ് പോലെ. പിന്നെ സിനിമയിലെ സെക്കൻഡ് ഹാഫ് നല്ല ക്ലൈമാക്സ് ആണെന്ന് പറയുന്നുണ്ട്. പിന്നെ സിനിമയിലെ മ്യൂസിക്കായി നമ്മുടെ ജേക്സ് വിജയ് നല്ലപോലെ കൈകാര്യം ചെയ്തിട്ടുണ്ട് ഈ മ്യൂസിക് ഡിപ്പാർട്ട്മെന്റ് കാര്യങ്ങളൊക്കെ ആയിട്ട്. എല്ലാവർക്കും ഓൾമോസ്റ്റ് സാറ്റിസ്ഫൈഡ് ആണെന്ന് കേൾക്കാൻ സാധിക്കും, ഫസ്റ്റ് ഹാഫ് ആണെങ്കിലും സെക്കൻഡ് ഹാഫ് ആണെങ്കിലും. പിന്നെ സിനിമയിൽ എടുത്തു പറയുന്ന ഒരു മറ്റൊരു മൈനസ് എന്ന് പറഞ്ഞ സിനിമയിൽ നല്ലപോലെ ലാഗ് ഉണ്ടെന്നാണ്. പലയിടങ്ങളിലായിട്ട് സിനിമയ്ക്ക് നല്ലപോലെ ലാഗ് ഫീൽ ചെയ്യുന്നുണ്ട്. പിന്നെ ഒരു യങ്സ്റ്ററിന്റെ കഥ പറഞ്ഞു പോകുന്ന സിനിമയാണ്. യങ്സ്റ്റേഴ്സ് നല്ലപോലെ കണക്ട് ആവുന്ന രീതിയിലും അല്ലെങ്കിൽ ഈ സിനിമ പ്രേമികൾക്ക് നല്ലപോലെ റിലേറ്റ് ആവുന്ന രീതിയിൽ ഒരുപാട് സംഭവങ്ങൾ സിനിമയിൽ ഉണ്ടെന്ന് പറയുന്നുണ്ട് സിനിമ കണ്ടവര്. മൊത്തത്തിൽ സിനിമയ്ക്ക് ഒരു പോസിറ്റീവ് റിപ്പോർട്ടാണ് കേൾക്കാൻ സാധിക്കുന്നത് മോളിവുഡ് ടൈംസ് സിനിമയ്ക്ക്. എന്തായാലും നെസ്ലിന്റെ നല്ലൊരു സിനിമ തന്നെയായി മാറട്ടെ. എന്തായാലും സിനിമയ്ക്ക് പ്രീസെയിൽ ആയിട്ടൊക്കെ 1 കോടിന് മുകളിൽ അഡ്വാൻസ് കളക്ഷൻ കാണാൻ സാധിച്ചിട്ടുണ്ട് വേൾഡ് വൈഡ് ആയിട്ട്. എന്തായാലും നല്ലൊരു ഓപ്പണിംഗ് ലഭിക്കട്ടെ നമ്മുടെ മോളിവുഡ് ടൈംസ് സിനിമയ്ക്ക്. പടം കണ്ടവരെന്തായാലും മറക്കാതെ സിനിമയുടെ അഭിപ്രായം നമുക്ക് രേഖപ്പെടുത്തുക. കാത്തിരിക്കുന്നത് ചെയ്യാൻ നമുക്ക് മോളിവുഡ് ടൈംസ് സിനിമയുടെ ആദ്യ ദിവസത്തെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിനായിട്ടും കേരള ബോക്സ് ഓഫീസിനായിട്ടും. ശരി, ആദ്യം കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക. സ്റ്റോക്ക് സ്റ്റുഡിയോസ് പടം കണ്ടവരെന്തായാലും മറക്കാതെ പടത്തിന്റെ അഭിപ്രായം നമുക്ക് രേഖപ്പെടുത്തുക.